കലഞ്ഞൂർ പാടം റോഡിൽ മാങ്കോടിന് സമീപം സ്വകാര്യ വ്യക്തി റോഡിൽ തടിയിറക്കിയിട്ടിരിക്കുന്നത് ഗതാഗതം തടസ്സപ്പെടുത്തുന്നു. കലഞ്ഞൂർ പാടം റൂട്ടിൽ മാങ്കോടിന് സമീപം ഹൈസ്കൂൾ ജംഗ്ഷനിൽ പ്രധാന പാതയിൽ പ്രദേശത്തെ മില്ലുടമ തടിയിറക്കിയിട്ട് മാർഗതടസ്സം സൃഷ്ടിക്കുന്നതായി ആരോപണമുയർന്നിരിക്കുന്നു. 2 വാഹനങ്ങൾ മുഖാമുഖം വന്നാൽ സൈഡ് കൊടുക്കാൻ ഇവിടെ സ്ഥലമില്ല. സമീപത്തു തന്നെയാണ് മാങ്കോട് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. സ്കൂൾ കുട്ടികളും കാൽനട യാത്രക്കാരും വാഹനയാത്രക്കാരും സ്വകാര്യ വ്യക്തി റോഡിൽ തടിയിറക്കിയിട്ടിരിക്കുന്നതിനാൽ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായി ആരോപണമുണ്ട്. തടി ഇവിടെ കിടക്കുന്നത് മൂലം ഓടയിലൂടെ ഒഴുകേണ്ട വെള്ളം ഗതിമാറി പ്രദേശത്തെ വീടുകൾക്ക് മുമ്പിലേക്ക് ഒഴുകിയിറങ്ങുകയാണെന്ന് പ്രദേശവാസിയായ ഫസിൽ പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗം ഉൾപ്പെടെ പ്രദേശത്തെ പ്രമുഖരായ പലരും മാർഗതടസ്സം സൃഷ്ടിക്കുന്ന തടികൾ എടുത്തുമാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും തടിയുടമ അതിന് തയ്യാറായില്ലെന്നും ആക്ഷേപമുണ്ട്. കിഴക്കൻ മലയോര മേഖലയിൽ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാകുന്നു. മിക്ക സ്ഥലങ്ങളിലും കൃഷിനാശം സംഭവിക്കുന്നു. കിഴക്കൻ മലയോര മേഖലകളായ പുന്നല, മാങ്കോട്, പൂങ്കളഞ്ഞി മേഖലകളിൽ കാട്ടുപന്നിയുടെ ശല്യം രൂക്ഷമാകുന്നു. പല കർഷകരും ലോണെടുത്തും കടം വാങ്ങിയുമാണ് കൃഷി ഇറക്കുന്നത്. വിളവെടുപ്പിന് സമയമാകുമ്പോൾ കാട്ടിൽ നിന്നും പന്നികൾ ഒറ്റയായും കൂട്ടമായും കാർഷിക വിളകൾ അപഹരിക്കുന്നു. രാത്രി 9 മണിക്ക് ശേഷം കാട്ടുപന്നികളുടെ സാന്നിധ്യം കൃഷിയിടങ്ങളിൽ മാത്രമല്ല വഴിയോരങ്ങളിലും ദൃശ്യമാകുന്നതിനാൽ കാൽനട പോലും ഇപ്പോൾ ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. കായ്ഫലങ്ങൾ അപഹരിക്കുക മാത്രമല്ല കൃഷിസ്ഥലങ്ങൾ നശിപ്പിക്കുക കൂടിയാണ് ഈ വിരുദ്ധന്മാർ കാട്ടിക്കൂട്ടുന്നത്. മരച്ചീനികൾ മാന്തിയെടുത്ത് മനുഷ്യൻ പൊളിക്കുന്നത് പോലെയാണ് പന്നികൾ കൈകാര്യം ചെയ്യുന്നത്. മാത്രമല്ല ചേന, കാച്ചിൽ, വാഴ എന്നിവയും കുത്തിമറിച്ച് നശിപ്പിക്കുക കൂടി ചെയ്യുന്നുണ്ട്. കെണിവെച്ച് കാട്ടുപന്നികളെ പിടിക്കാനുള്ള ശ്രമവും വിഫലമായതോടെ കർഷകർ ഉറക്കം കളഞ്ഞ് കൃഷി വിളകൾക്ക് കാവലിരിക്കുകയാണ്.